ഹലോ ഗൈസ്, നമ്മളിത് LPG ടാങ്കർ ലോറിയിൽ മറ്റേ ബൾക്കർ ലോറിക്കകത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാനുണ്ട്, നമ്മുടെ ഡാനുണ്ട്, പിന്നെ നമ്മുടെ പ്രൊഫഷണൽ 2 ഡ്രൈവേഴ്സ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ പല വീഡിയോയിലും ഇതിൽ നമ്മുടെ ഈ നാട്ടിൽ കൂടെ വരുമ്പോഴത്തേനും ഇവിടെ ഇങ്ങനെ ഒരുപാട് ഈ LPG ടാങ്കർ കിടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ അതിൻ്റെ വീഡിയോ ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഞങ്ങൾ ഈ വണ്ടി റോഡിൽ കൂടെ ഓടിപ്പോകുന്ന കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്ന് ഇടണേ എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സൗകര്യമായിട്ട് 2 ചേട്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെട്ട ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. എൻ്റെ പേര് സുധീഷ്. ഈ ചേട്ടൻ്റെ പേരും സൂരജ്. ചേട്ടാ, ഞങ്ങൾ ഈ വണ്ടികൾ ഇങ്ങനെ ഒരുപാട് റോഡിൽ കൂടെ ഓടിപ്പോകുന്നതൊക്കെ കണ്ടുള്ളൂ. ഈ വാഹനത്തെ പറ്റി ആളുകൾക്ക് ഒരു ഗ്രാഹ്യം തീരെ കുറവാണ്, ശരിയല്ലേ? ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കുന്ന രീതികൾ, ഇതിന്റെ പ്രയാസങ്ങൾ, കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരത്തില്ലേ? ചേട്ടൻ എത്ര കാലമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നുണ്ട്? ഞാനിപ്പോ 17 വർഷമായി. 17 വർഷം. ഈ ചേട്ടനോ? ഞാൻ 5 വർഷമായിട്ട് ഈ വണ്ടി ഓടിക്കുന്നുണ്ട്. ഇത് ഈ വണ്ടി ഓടിക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ വണ്ടിയുടെ ലൈസൻസ് പോലല്ല, ഇതിന് എക്സ്പ്ലോസീവ് ലൈസൻസ് ആവശ്യമാണ് അല്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാ വർഷം പുതുക്കും. എത്ര വർഷം കൂടുമ്പോൾ അത് പുതുക്കേണ്ടത്? നേരത്തെ 1 വർഷമായിരുന്നു, ഇപ്പൊ 3 വർഷമായിട്ട്. 3 വർഷമായിട്ട്. അതിന് വേറെ ഓടിച്ച് കാണിക്കണമെന്നില്ല, ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതെ, ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ സിലിണ്ടർ വണ്ടി ഓടിക്കുന്നതിനെല്ലാം ആ ഒരു ലൈസൻസിന്റെ ആവശ്യമുണ്ട്. 3 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പൊ ഈ വണ്ടിക്ക് നമുക്ക് ഇപ്പൊ ഗിയർ എത്ര ഗിയറാണ് വരുന്നത്? ഇതിന് 7, റിവേഴ്സോട് കൂടി 7 ഗിയർ വരുന്നത് അല്ലേ? ഇതിന്റെ ഫസ്റ്റ് ഗിയർ എങ്ങോട്ടാണ് വരുന്നത്? ഫസ്റ്റ് ഗിയർ മേലോട്ട്, ഫസ്റ്റ് ഗിയർ. റിവേഴ്സും മേളിലോട്ടാണ്. ഒന്നുകൂടി തള്ളി ഇടണമെന്ന് മാത്രം. ഇങ്ങോട്ട് തള്ളിയിട്ടിട്ട് തള്ളി മേളിലോട്ട്. പുറത്തെ ടാങ്ക് ഊരാനുള്ള എന്തെങ്കിലും ലിവറോ സംഭവങ്ങളോ ഒക്കെ ഇതിൽ ഇവിടെ ഉണ്ടോ? ക്യാബിനകത്തുണ്ടോ? ഇല്ല, അത് പുറകെ തന്നെയാണ്. പക്ഷെ അത് അങ്ങനെ പറയരുതെന്നാണ് അതിന്റെ ഒരു ഓർഡർ. അത് പബ്ലിക് നമ്മൾ റോഡിൽ കൊണ്ട് നിർത്തുമ്പോൾ അത് ആരെങ്കിലും അത് ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ടാങ്ക് താഴെ വീഴാനും ആക്സിഡന്റ് ആയിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട്. പിന്നെ ഇതിന് മറ്റു വണ്ടികൾ ഓടിക്കുന്നതായിട്ട് എന്തൊക്കെയാണ് കൂടുതൽ പ്രയാസങ്ങളുള്ളത്? എന്തൊക്കെയാണ്? ചേട്ടൻ എന്തൊക്കെ വണ്ടി ഓടിച്ചിട്ടുണ്ടോ? ബസ്സൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ബസ്സല്ല, ഞാൻ നേരത്തെ ചെറിയ ടിപ്പറൊക്കെ ഓടിച്ചോണ്ടിരുന്ന. അപ്പൊ മറ്റു വണ്ടികൾ ഓടിക്കുന്നതായിട്ട് എന്താ വ്യത്യാസങ്ങളൊക്കെ ഉള്ളത്? ഇതിന് വലിയൊരു വ്യത്യാസം പറയാനായിട്ട് നല്ല ലോങ് ചേസ് ആണ്. ലോങ് ചേസ് എന്ന് പറഞ്ഞാല് കട്ട് ചേസ് ആണ് വരിക. ട്രെയിലറിന്റെ പോലെ കട്ട് ചേസ് ആണ് വരിക. എല്ലായിട്ട് തിരിയും, എൽ പോലെ ആവുന്ന വണ്ടിയാണ്. പിന്നെ വളമൊക്കെ തിരിയാണെങ്കിൽ ലോങ് കേറി കട്ട് ചെയ്യണം. വലത് കയറി കട്ട് ചെയ്യണം അല്ലേ? നല്ലപോലെ അങ്ങനെയാണെങ്കിൽ തിരിഞ്ഞു വരത്തുള്ളൂ. വലത് കയറി കട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ചെറിയ കാറുകാർക്ക് അതിനിടയ്ക്ക് ചിലപ്പോൾ കയറ്റി വിടും. അതാണ്, അറിയാത്ത കാറുകാരൊക്കെ ഉണ്ട്, അവരൊക്കെ കയറി വരും. അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് കയറി വരുന്നത്. അപ്പൊ ഇത് LPG ലിക്വിഡ് ആയതുകൊണ്ട് ഓളം പിടിച്ച് അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഇല്ല, ഇതിനകത്ത് 3 അറ കൊടുത്തിട്ടുള്ളതുണ്ട്. 3 അറ എന്ന് പറഞ്ഞാല് ഇത് ഓളം വരാതിരിക്കാനായിട്ടുള്ള 3 അതുകൊണ്ട് വേപ്പർ പ്രഷർ ഉള്ളതുകൊണ്ടും അങ്ങനെ ഒരു ഇത് വരില്ല. ഇപ്പൊ ഈ വണ്ടി കാലി വണ്ടിയൊക്കെ എടുക്കുന്ന ഏത് ഗിയറിലാണ് എടുക്കുന്നത്? കാലുവണ്ടി നമ്മൾ സെക്കൻഡ് ഗിയർ എടുക്കാം. ടോർക്ക് ഉള്ളതുകൊണ്ട് സെക്കൻഡ് ഗിയർ എടുക്കാം. ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റ് ഗിയർ. സാധാരണ നമ്മുടെ നാഷണൽ പെർമിറ്റ് ലോറിയുടെ ആകും പോലെ തന്നെ അല്ലേ? ലോറിയുടെ സെയിം ഇത് തന്നെ. ഇവിടെ ഈ സ്വിച്ചുകളൊക്കെ എന്തൊക്കെയാ? സ്വിച്ചുകള് ഈ ലൈറ്റിന്റെ വരണം, പിന്നെ ഈ ദൈവത്തിന്റെ ലൈറ്റ് വരണം, ക്യാബിന്റെ ലൈറ്റ് വരണം, ക്യാബിന്റെ മേളിലൊരു ലൈറ്റ് ഉണ്ട്. അതൊക്കെ ഉള്ള ഇതിനകത്ത് സ്വിച്ചുകളൊക്കെ അല്ലേ? അല്ല, പുറകോട്ടുള്ള നമ്മളെ ആ ഒരു ഡേഞ്ചർ ലൈറ്റ് അതെല്ലാം മീറ്റർ അവിടെ സെറ്റ് ചെയ്തേക്കും അല്ലേ? അതെല്ലാം പാർക്ക് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ അതെല്ലാം ഓണാവും. ബാക്കി ബ്രേക്ക് ലൈറ്റും മാത്രമല്ലേ വരുന്നുള്ളൂ, ഇൻഡിക്കേറ്ററും. പിന്നെ സാധാരണ വണ്ടിയുടെ പോലെ GPS സംഭവങ്ങളൊക്കെ ഉണ്ട്. 2 GPS ഉണ്ട്. പിന്നെ സ്പീഡോമീറ്റർ, RPM മീറ്റർ അല്ലേ? പിന്നെ എയറിന്റെ മീറ്ററുകളാണ് മറ്റു സാധാരണ വണ്ടികളൊക്കെ പോലെ തന്നെ. ഇതിനായിട്ട് പ്രത്യേകിച്ച് ഈ ബൾക്കർ ടൈപ്പിനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. നമ്മുടെ റേഡിയേറ്ററിന്റെ വെള്ളം ഫിൽ ചെയ്യാനുള്ള ഈ വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? ഈ വണ്ടി ഓടിക്കാൻ നേരത്ത് നമ്മൾ മറ്റുള്ള വണ്ടി ഓടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള വണ്ടിക്കാരും അതിന്റെ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മളോട് പെരുമാറുന്നത്. കയറ്റമൊക്കെ വരുമ്പോഴത്തേന് ഇത് അങ്ങനെ വിട്ടുകയറി പോകാൻ പറ്റത്തില്ല അല്ലേ? ബസ്സുകാരൊക്കെ ആണെങ്കിലും പുറകെ വന്ന് ഓൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകും. ബസ്സുകാരും വലിയ വണ്ടിക്കാരൊക്കെ പൊതുവെ അതിനോട് അവർക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കും സഹായിക്കും. പൊതുവെ ചെറിയ വണ്ടിക്കാരാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ചെറിയ വണ്ടിക്കാരാണ്, ഓട്ടോ, ബൈക്ക്, പ്രൈവറ്റ് കാർ. അറിയാത്തതുകൊണ്ടാണ്, വേറല്ല. ഇത്ര റോഡിൽ കൂടി ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സാധനം നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും അല്ലേ? പലർക്കും ഇതിനകത്ത് LPG ആണെന്ന് പോലും അറിയത്തില്ല. ഓ ശരി. അതുകൊണ്ട് അവര് നമ്മളെ ചേർത്ത് വിടുക, ഒന്ന് ഓട്ടോക്കൊക്കെ ചെയ്യുമ്പോൾ ചേർത്ത് വിട്ടൊക്കെ പോകാറുണ്ട്. ചേർത്തൊക്കെ വിടും അല്ലേ? ഓ ശരി.
അപ്പൊ നമ്മളിത് ഇത്ര ലോഡുമായിട്ട് ഈ ഒരു ഡേഞ്ചർ സംഭവമൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഒരു പരിധി കഴിഞ്ഞ റോഡിന്റെ ഇടതുവശം ചേരാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അതിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട്. മറ്റു വണ്ടികളൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന പോലെ ഇലക്ട്രിക് ലൈൻ നോക്കണം, മരം മരം കൊണ്ടുപോകാൻ നോക്കണം. ഇതിലിപ്പോ ലോഡ് എന്താ എത്ര ടൺ ആയിരിക്കും ഇതില്? 18 ടണ്ണാണ് ലോഡ്. വണ്ടിയും 18 ടണ്ണാണ്. വണ്ടിയുടെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ലോഡിന്റെ അളവ് കുറയും. നമ്മളിതിനകത്ത് 35,200 പാസിംഗ്. നമ്മളെ കറക്റ്റ് പാസിംഗ് ലോഡ് ആക്കിയിരുന്നല്ലേ? കറക്റ്റ് ലീഗലായിട്ടുള്ള സംഭവം. പിന്നെ ഗവൺമെന്റ് ആ ഒരു അപ്രൂവ് ആയിട്ടുള്ള സംഭവം മാത്രമേ ഇല്ലീഗലായിട്ടൊന്നും ചെയ്യുന്നില്ല. ബില്ലാകത്തില്ല. 1 കിലോ കൂടിയാലും ആ ബില്ലടിക്കാൻ പറ്റില്ല. അത് പിന്നെ അൺലോഡ് ചെയ്യേണ്ടി വരും. ഇത് കയറ്റം വരുവാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ കേരളം തോന്നി ഇതാണെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് നേരത്തെ തന്നെ അഡ്വാൻസ് ഗീർ കൊടുത്തു പോകണം. നമ്മള് നല്ലൊരു വളമൊക്കെ ആണെങ്കിൽ അവിടെ ചെന്നിട്ട് കേറിയില്ലെങ്കിൽ റിവേഴ്സ് എടുക്കേണ്ടി വന്നാൽ ഫോർവേഡ് നമ്മൾ പോയാണെങ്കിൽ റിവേഴ്സ് നമ്മുടെ കയ്യിലേക്ക് വരില്ല. തിരിച്ചിറക്കും. ചെറിയൊരു വളവും കൂടെ ആണെങ്കിൽ നല്ല ബുദ്ധിമുട്ടല്ലേ? അതെ. ഹൈ ഗിയർ ഇട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടേ കയറുള്ളൂ. ഈ കയറുമ്പോൾ പുറകെ വരുന്ന വണ്ടിക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പയ്യെ പോകുന്നത്. ഈ വണ്ടി ഇറക്കം വരുമ്പോൾ എന്തെങ്കിലും ചവിട്ടുമ്പോൾ പ്രശ്നം? ഗിയർ ഡൗൺ ചെയ്ത് പോവാ. നമ്മുടെ സ്പീഡ് കറക്റ്റ് ചെയ്തിട്ട് ഗിയർ ഡൗൺ ചെയ്യാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല, ചെറിയൊരു തള്ളിച്ച വരും. അതെ, ചെറിയൊരു തള്ളിച്ച വരും. നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള സ്പീഡിൽ പോവുക, മെല്ലെ പോവുക. വളവ് തിരിയുമ്പോൾ ശ്രദ്ധിച്ച് വളയ്ക്കുക, അല്ലെങ്കിൽ വണ്ടി മറിയും. മറ്റു വണ്ടി തിരിക്കുന്ന കണക്ക് എടുത്ത് വലിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ച് തന്നെ വളച്ചിട്ട് പോകണം. പിന്നെ ഇതിന് സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര ലിമിറ്റ് സ്പീഡ് ഇതിനുള്ള വണ്ടിക്ക്? സ്പീഡ് സാധാരണ ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ 50 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നതാണ്. നമുക്ക് യാതൊരു ധാരണയില്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. നമ്മുടെ റോഡ് അറിയാലോ, ഒരിക്കലും പറ്റത്തില്ല. ഇവിടുത്തെ റോഡിലൊക്കെ എങ്ങനെ പോകാനാണ്? സ്പീഡ് ഗവർണർ എത്ര കട്ട് ചെയ്തേക്കുന്നത്? സ്പീഡ് ഗവർണർ ഉണ്ട് 48, 50 ആകുമ്പോൾ കട്ടാവും. സാധാരണ നമ്മൾ ടിപ്പറിനൊക്കെ ആണെങ്കിൽ 60 ഇത് 50 കട്ടാവും. 50 കട്ടാവും. 50 പോകത്തില്ല, മാക്സിമം 50 പോകാൻ സാധ്യതയില്ല. ഇല്ല, ഒരിക്കലും നമ്മുടെ റോഡ് അതിനെ അനുവദിക്കുന്നില്ല. റോഡില്ല. ഈ വണ്ടി AC ഒന്നും ഇല്ല. അപ്പൊ ഇതിനകത്ത് ചൂടിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ചൂട് അത്യാവശ്യം ചൂടുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്കൊരു ഫാനുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അടുത്ത വർഷം തൊട്ടിട്ട് ഈ വർഷം പുതിയ വണ്ടികൾ AC ഉള്ള ക്യാബിൻ വേണം പറഞ്ഞേക്കണം. വരുവാണെങ്കിൽ നന്നായിരിക്കും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഇവിടുന്ന് ലെഫ്റ്റ് കയറുക, അന്നേരം നമ്മുടെ ഈ ഡ്രൈവർ സീറ്റ് ഇരുന്ന് ഈ മിറർ നമുക്ക് കാണാമല്ലോ. മിറർ കാണും. നമ്മൾ ലെഫ്റ്റ് ഫ്രണ്ട് അങ്ങോട്ട് ഒടിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് വണ്ടി ഒരു പരിധിന്റെ മുകളിൽ വളഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് കാണത്തില്ല. പിന്നെ നമുക്ക് ഇതല്ലേ കാണത്തുള്ളൂ. ഇവിടെ ഈ സൈഡ് മാത്രം കാണത്തുള്ളൂ, പിന്നെ പുറകോട്ട് കാണത്തില്ല. വളഞ്ഞില്ലേ? അങ്ങനെ ഒരു മറവും കൂടെ ഉണ്ട് ഈ പുറകെ കൂടെ. അതുകൂടെ ചേട്ടനൊന്ന് പറയുവാണെങ്കിൽ, ഇവിടുന്ന് അങ്ങോട്ട് ലെഫ്റ്റ് നമ്മൾ ഇറങ്ങി, അപ്പൊ ട്രെയിലർ ഈ ഫ്രണ്ട് ഹെഡ് ആ റോഡിന്റെ നടുക്കെത്തിന്ന് വെച്ചു. നമ്മൾ പിന്നെ ലെഫ്റ്റ് ഓടിക്കുക മൊത്തം. അന്നേരം പിന്നെ നമുക്ക് ഇതിന്റെ ഈ മിററിൽ നമുക്ക് ബാക്ക് റോഡ് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഈ അല്ലേ ക്യാപ്സൂൾ കിട്ടത്തുള്ളൂ. വളഞ്ഞില്ലേ വണ്ടി എല്ലാം നമ്മളിവിടെ തിരിക്കുമ്പോ ഇങ്ങനെ എൽ പോലെ ആയില്ലേ? അന്നേരം നമുക്ക് ഇവിടെ നിന്നുള്ള ഇത്രയുള്ള വ്യൂ കിട്ടുള്ളൂ. ഈ പുറവ് വളഞ്ഞു പോയി, നമുക്ക് കാണത്തില്ലല്ലോ. ഇത് 100 വരുമ്പോഴാണ് നമുക്ക് കാണുന്നത്. നമ്മൾ ഈ ഒടിഞ്ഞ് കഴിഞ്ഞ് ഈ സാധനം വന്ന് ഇതും വന്ന് 100 വണ്ടി സ്റ്റഡി ആകുമ്പോഴാണ് നമുക്ക് ഈ പുറവശം കാണത്തുള്ളൂ. അന്നേരം ഇവിടെ നിന്ന് ആള് ആടി പോയി അറിഞ്ഞു പോയിട്ടുണ്ടാവും, അറിയത്തില്ല. അതാണ് അതിന്റെ മെയിൻ കാരണം. അതുകൊണ്ടാണ് ലെഫ്റ്റിലൂടെ കയറില്ല. പിന്നെ നമ്മുടെ വണ്ടിന്റെ പുറകിലൊക്കെ നമ്മൾ വണ്ടി പൊക്കോണ്ടിരിക്കുമ്പോ നമ്മുടെ വണ്ടിയുടെ പുറകിലൊക്കെ വന്ന് ഏതെങ്കിലും ചെറിയ ബൈക്കോ എന്തെങ്കിലും വന്ന് ഇടിക്കുവാണെങ്കിൽ, ചെറുതായിട്ടൊക്കെ തട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയില്ല. രണ്ട് സൈഡ് മിററിന്റെയും നടുക്കാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ വണ്ടിന്റെ നേരെ പുറകില് ഇടിക്കുകയാണെങ്കിൽ നമ്മൾ അറിയത്തില്ല. അതൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിഗ്നലില് വണ്ടി നിന്ന് കഴിയുമ്പോൾ ഇവര് നേരെ ബൈക്ക് ഓടിച്ചോടിച്ചോടിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഈ സൈഡിൽ എവിടെയും കൊണ്ടുവന്നിട്ട് ടയറിന്റെ അടിയിലേക്കായിരിക്കും ബൈക്ക് കാലുകുത്തണമല്ലോ നിൽക്കുമ്പോൾ. ബൈക്ക് നിർത്തുമ്പോൾ എന്തായാലും കാലുകുത്തണം. 2 ടയറല്ലേ ഉള്ളൂ. കാലുകുത്തുന്നത് ചിലപ്പോൾ വണ്ടിയുടെ ടയറിന്റെ അടിയിലേക്കായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ അവരിനെ കണ്ടു സിഗ്നൽ ഓണായി, നമ്മൾ വണ്ടി എടുത്തിട്ട് പോകും. ഇവരെടുക്കാൻ താമസിച്ച് കഴിയുമ്പോൾ കാലിൽ കൂടെ വണ്ടി കയറി പോകും. അതാണ് പ്രശ്നങ്ങൾ വരിക. റിവേഴ്സ് എടുക്കുന്നത് എപ്പോഴും നോക്കി നിൽക്കാറുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പുറകോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ചേട്ടനത് പറയുന്നതിനൊരു പരിധിയുണ്ട്. നമ്മളത് ഓടിച്ച് കാണിക്കുന്ന പോലെ എന്തായാലും ആവില്ല. നമുക്ക് അതിന് അറിയാനൊരു ആഗ്രഹം. അതെങ്ങനെയാ? അത് വളരെ സിമ്പിളായിട്ട് ഒരു മനസ്സിലാകാവുന്ന രീതിയിലൊന്ന് സാധാരണ തിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് എങ്ങനെയാന്നുള്ള എന്തൊക്കെയാ അന്നേരം നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞുതരാം. അത് ചേട്ടാ, ഇത് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ പറഞ്ഞു ട്രെയിലറിന്റെ ഒരു സിസ്റ്റമാണ് ഇതിന്.
അന്നേരം ഇത് ലെഫ്റ്റ് പറഞ്ഞെങ്കിൽ റൈറ്റ് ഓടിക്കണം. അതായത് ബൈക്ക് ടാങ്കിന്റെ ടാങ്ക് ഇടത്തേക്ക് പോകണമെങ്കിൽ ചേരണമെങ്കിൽ അതെ വലത്തോട്ട് ഓടിക്കണം. വലത്തേക്ക് ഓടിക്കണം. വലത്തോട്ട് ശകലം ഓടിച്ചെങ്കിലും അത് വലത്തോട്ട് പോയി എന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വന്നു പോകുമ്പോൾ അതിന് ഡബിളായിട്ട് തിരിച്ചോടിക്കുകയും വേണം. എന്നാലാണ് അത് വണ്ടി സ്റ്റഡി ആവുക. അല്ലെങ്കിൽ ആ ഒരു ഭാഗം എല്ലായിട്ട് പോകും, എൽ പോലെ ആവും വണ്ടി. അതെ അവിടെ ചേരും, പക്ഷെ ഫ്രണ്ട് വലത്തേക്ക് പോകും, ഫ്രണ്ട് തിരിഞ്ഞു പോകും, എൽ പോലെ നേരെ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് പോണെങ്കിൽ റൈറ്റ് ഓടിക്കുക, റൈറ്റ് പോണെങ്കിൽ ലെഫ്റ്റ് ഓടിക്കുക, റിവേഴ്സിൽ മാത്രം കേട്ടോ. ഫോർവേഡ് സെയിം ആണ്, മറ്റു വണ്ടിയായിട്ട് സെയിം ആണ്. ഫോർവേഡ് റിവേഴ്സ് മാത്രം. അതെ ഫ്രണ്ടിലേക്ക് നമുക്ക് സാധാരണ വണ്ടി അതെ 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 ഓടിച്ചു പോവുക. അതുപോലെ വണ്ടി നമ്മളിപ്പോ സ്റ്റഡി ആക്കി നമ്മൾ വണ്ടി നിർത്തിയേക്കുക, നമുക്ക് അതേ രീതിയിൽ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാതെ വണ്ടി റിവേഴ്സ് വരാൻ പറ്റുമോ? നല്ല റോഡാണെങ്കിൽ വരും. എങ്ങോട്ടും സ്റ്റിയറിംഗ് അനക്കേ വേണ്ട, വണ്ടി സ്റ്റഡി ആയിട്ട് നിൽക്കും. അതെ ടയറും സ്റ്റഡി ആണെങ്കിൽ അതേപടി റിവേഴ്സ് വരും. നല്ല റോഡാണെങ്കിൽ, റോഡ് ഇത്തിരി പരിക്കനാണെങ്കിൽ ഒരു വൈബ്രേഷൻ വരുമല്ലോ, അതിന്റെ ഇതില് ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത. അതെ അതെ തന്നെ ഇത് തിരിയാൻ ചെറുതായിട്ട്. അന്നേരം ഇത് വെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം നമുക്ക് കൈ കൺട്രോൾ ചെയ്യാൻ നല്ല വഴിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഈ പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇവൻ എന്താ പറയുന്നത്, ചുമ്മാ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇത് അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ചേട്ടാ, നമ്മുടെ ഈ പെട്രോൾ കൊണ്ടുവന്ന ഈ ടാങ്കർ ലോറിയും നമ്മുടെ LPG കൊണ്ടുവന്ന ഈ ടാങ്കർ ലോറിയും തമ്മിൽ എന്ത് വ്യത്യാസങ്ങളാണുള്ളത്, അതൊന്ന് പറഞ്ഞു തരാമോ? വേപ്പറില്ല. നമ്മള് ഒരു പാത്രത്തില് പകുതി വെള്ളം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ കിടക്കും അതുപോലെ ഉള്ളൂ. ഇതിനങ്ങനെയല്ലല്ലോ, വേപ്പർ പ്രഷറിലാണ്. ഇതിൽ വേപ്പർ ഉള്ളതുകൊണ്ട് അത്ര ഓളം അടിക്കില്ല, അതുപോലെ ഓളം അടിക്കത്തില്ല. ലിക്വിഡ് അത് ലിക്വിഡ് മാത്രമാണ്. ഇതിനകത്ത് വേപ്പറും കൂടി ചേരുന്നതുകൊണ്ട് ആ വലിയ ഓളം വരില്ല. പിന്നെ ഈ അറയും കൂടി ഉള്ളതുകൊണ്ട് വലിയ ഓളം വരില്ല. അത് വെറും പച്ചവെള്ളം പോലെ കിടക്കുമല്ലേ. ആ വണ്ടിക്കകത്ത് അറയുണ്ട് അല്ലേ? അറയുണ്ട്. അതിനകത്തുള്ള അറ എന്ന് പറഞ്ഞാൽ ബ്ലോക്കാണ്, കംപ്ലീറ്റ് ബ്ലോക്കാണ്. അതിനകത്തുനിന്ന് ഒരു ഈ അറക്കകത്ത് കണക്ഷൻ ഇല്ല, പാസിങ് ഇല്ല, ഇല്ല. അതിനകത്ത് അത് ബ്ലോക്കാണ്. എന്നാലും അതിനകത്ത് അത് അല വരും അതിനകത്ത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുകളില് 2-3 മൂടിയാണ്. അതെ അതെ അതെ. ഓരോ അറ സെപ്പറേറ്റ് ആയിട്ട് നിറയ്ക്കണം. എത്ര അറയുണ്ടോ അത്രയും മുകളിൽ കമ്പാർട്ട്മെന്റ് ഉണ്ടാവും. അത് അത്രയും അറയിൽ തന്നെ നടക്കണം, അല്ലാതെ ഒറ്റതിലല്ല. ഇതിൽ ഒരെണ്ണത്തിൽ നിറച്ചാൽ മതി, മൊത്തമായിട്ട് ഫില്ലായിക്കോളും. ഈ വണ്ടിക്ക് പിന്നെ ഓവർടേക്ക് സംഭവിക്കില്ലേ? ഇല്ല ചേട്ടാ, അധികം ഒന്നും പറ്റത്തില്ല. ഇതിൽ നിർത്തിയിട്ട വണ്ടിനെയൊക്കെ പറ്റും. അതെ അതെ. പിന്നെ അത്യാവശ്യം പറ്റും. ചില ആൾക്കാരൊക്കെ അത്രയ്ക്കും ഇതായിട്ട് പോകുമ്പോൾ അവരൊക്കെ ഓവർടേക്ക് ചെയ്യാം. അല്ലാണ്ട് വലിയ രീതിയിലൊന്നും ഓവർടേക്കിംഗ് ഒന്നും ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ രീതിയിൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. ബൾക്ക് ഓടിക്കുന്ന ഡ്രൈവർമാരെല്ലാം വളരെ ശാന്തരും വളരെ സൗമ്യ സ്വഭാവക്കാരാണ്, ഭയങ്കര ക്ഷമാശീലമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഈ വണ്ടി കൊണ്ട് പോകുമ്പോഴൊരു ബുദ്ധിമുട്ടാണ് ചേട്ടാ. ഈ കാറുകാർ വന്നിട്ട് നിനക്കെന്താ വണ്ടി ഒതുക്കിയാലെന്ന് ചോദിക്കും. അവർ കാറിന്റെ 2 സൈഡ് മാത്രം നോക്കിയാൽ മതി. നമുക്ക് കാറ് മാത്രം സൈഡ് മാത്രമല്ല, മേളിലൊരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ ഹൈറ്റും കൂടെ നോക്കണം. ഹൈറ്റിൽ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമുക്ക് വണ്ടി ഒതുക്കി കൊടുക്കാൻ പറ്റില്ല. മേളിൽ തട്ടാത്ത രീതിയിൽ നമുക്ക് നോക്കി പോകാൻ പറ്റത്തുള്ളൂ. ഇത് കാറുകാർക്ക് മനസ്സിലാവില്ല. ഒന്ന് ചായ കുടിക്കാനോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് നിർത്തിയിടണമെന്ന് തോന്നിയാലോ നമ്മുടെ റോഡിലെങ്ങും അതിനുള്ള സൗകര്യമില്ല. വളരെ വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം വണ്ടി ഒന്ന് നിർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്ന് നിർത്തിയിട്ടിട്ട് വണ്ടി ഒന്ന് ഇറങ്ങണമെന്ന് തോന്നിയാലോ വളരെ പരിമിതമായ സൗകര്യം മാത്രമാണ് നമുക്കുള്ളത്. കാര്യം നമുക്ക് ഈ വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ റോഡിൽ നിന്ന് ഇറക്കി നിർത്തണം. അതിനുള്ള സൗകര്യം എവിടെയാ ഉള്ളത്? റോഡിൽ നിർത്തിയിടാൻ പറ്റില്ല. പിന്നെ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഒരുപാട് ബൈക്കുകാര്, മറ്റു ചെറിയ വണ്ടിക്കാര്, ഇവർക്ക് അറിയില്ല ഇതിനെപ്പറ്റി. എന്തെങ്കിലും LPG ആണെന്ന് പോലും അറിയാത്ത ഒത്തിരി വണ്ടിക്കാരുണ്ട്. ആ ചേട്ടന്മാർക്ക് എല്ലാം കൊണ്ട് ഞാൻ ഒരു ഇത് പറയുന്നതാണ്. ദയവ് ചെയ്ത് ഇടത് ഭാഗത്ത് കൂടെ ഈ വണ്ടിനെ ഓവർടേക്ക് ചെയ്യരുത്. മറ്റുള്ള വണ്ടി പോലെ അല്ല, ഇത് ചെറിയ വളവ് തിരിഞ്ഞാണ് വരുന്നത്. നിങ്ങൾ ഇടത് ഭാഗത്തൂടെ കയറുമ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പ് കാണും. പക്ഷെ ആ ഗ്യാപ്പ് ഫ്രണ്ടിലെത്തുമ്പോൾ ഉണ്ടാവില്ല, ഫില്ലായി പോകും. നിങ്ങൾക്ക് തിരിച്ച് പുറകോട്ട് പോകാനും പറ്റത്തില്ല, ഫ്രണ്ടിലോട്ട് പോകാനും പറ്റത്തില്ല, ജാമായി പോകും. അങ്ങനെ ഒരുപാട് ആക്സിഡന്റുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വണ്ടിയുടെ ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്യരുത്. വീതി കാണും, തോന്നി കയറും. പക്ഷെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴായിരിക്കും അവിടെ ഇട ഫില്ലായി പോകും. തിരിച്ച് റിവേഴ്സ് അവര് ചവിട്ടി നിർത്തിയാലും ഈ പുറകിലുള്ള ട്രെയിലർ ആ വിടവും ഫില്ല് ചെയ്ത് വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ലെഫ്റ്റ് കൂടെ ഈ വണ്ടിനെ ഓവർടേക്ക് ചെയ്യരുത്. പിന്നെ ഇതിൽ LPG ആണ്, നിങ്ങളും അപകടത്തിൽപ്പെടും, ഞങ്ങൾക്കും അപകടമാണ്. അതൊന്നും ഒഴിവാക്കി വെട്ടിക്കാനോ തിരിക്കാനോ ഒന്നും പറ്റുന്ന കാര്യങ്ങളല്ല. അതെ അതെ അതെ. അപ്പൊ അതൊന്നും ഒഴിവാക്കി തരിക. പുതിയതായിട്ട് ഈ മേഖലയിലോട്ട് കടന്നു വരുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ?
ഈ LPG ബൾക്കർ ഓടിക്കാൻ വരുന്ന ആഗ്രഹിച്ചു വരുന്നവരും? അതെ, പൊതുവെ ഇപ്പൊ കണ്ടുവരുന്നത് ഡ്രൈവർമാരുടെ എണ്ണം കുറവാണ്. LPG മേഖലയിൽ ഡ്രൈവർമാർ, അത് ക്ലിമാരിന്റെ എണ്ണം കുറവുകൊണ്ടാണ്. ക്ലിമാരില്ല. കിളിയുണ്ട്. ഇപ്പൊ അത്യാവശ്യം കിളികളെ ഉള്ളൂ. അത്യാവശ്യം എല്ലാ വണ്ടിക്കും ഉണ്ട്. എന്നാലും അതെ അതെ, എല്ലാരും ഞങ്ങള് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ സുധീഷ് ചേട്ടനും സൂര്യ ചേട്ടനും വളരെ ഒരു നല്ല താങ്ക്സ് പറയുന്നു. ഓക്കെ ഏട്ടാ. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മള് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഡ്രൈവിങ്ങിന്റെ രീതികളും പിന്നെ ഈ വണ്ടിയുടെ പുറകിലും ഓവർടേക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ. അപ്പൊ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം ഓക്കെ.